ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് കമൻസിലും മെസ്സേജിലും മെയിലിലൊക്കെ ആയിട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി ചേച്ചി കാണുന്നില്ലല്ലോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. അതായത് ഇപ്പോൾ നമ്മളെ കാണാതാവുമ്പോൾ ലൈക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കുന്ന കുറച്ച് പേരുണ്ട്, ഡെയിലി കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് ബേസിക്കലി വയ്യാതിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ത്രോട്ട് പെയിൻ ഒക്കെയാണ്. പക്ഷെ ഇനിയും വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നു പോകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. സോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ്, കുറേ ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടത്. അപ്പം അതിൽ തന്നെ കുറേ പേര് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, കാണാനില്ല, എന്ത് പറ്റി, കാര്യം എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ കുറച്ച് പേരെങ്കിലും അന്വേഷിക്കുന്നുണ്ടല്ലോ, തിരക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എന്നിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു, ഞാൻ ഹെയർ കളർ ചെയ്തായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസം, വേറെ ഒന്നുമില്ല. ഇനി ഹെയർ കളർ ചെയ്തപ്പോഴാണോ വയ്യാതായെന്ന് വിചാരിക്കേണ്ട, എനിക്ക് അതിനെ മുന്നേ വയ്യായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചായിട്ട് നല്ലപോലെ വയ്യാതായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ആൻഡ് എനിക്കറിയാം നമ്മുടെ ഗിവ് അവയുടെ വീഡിയോയുടെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ സൂൺ ഗിവ് അവയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, സൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് അറിയാം. ആൻഡ് ഓൾസോ ഞാൻ അടുത്തൊരു ഗിവ് അവേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതും വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണം, കുറേ പണികൾ. ഒട്ടും വയ്യാഞ്ഞിട്ട് ഇപ്പോഴാണ് എൻ്റെ തലയൊന്ന് പൊന്തിയത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ മുഖമൊക്കെ കുറച്ച് വീർത്തിരിക്കുവാണ് വയ്യാഞ്ഞിട്ട്. അല്ലെങ്കിൽ കുറച്ച് വീർത്ത മുഖമാണ്, അപ്പോൾ അതിൽ കൂടെ കുറച്ചുകൂടെ വീർത്തിരിക്കുവാണ് വയ്യാഞ്ഞിട്ട്. അപ്പം ഇനി മുതൽ, നാളെ മുതൽ അങ്ങോട്ട് എന്നും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പം എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അറിയില്ല, ഇപ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവാണ്, കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുന്നുണ്ട്. സോ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുക, നന്നായിട്ടിരിക്കും. ഇപ്പോൾ ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് എല്ലാവർക്കും പനി, ജലദോഷമൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുക, നല്ല സ്റ്റേ ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, സോ അധികം വലിച്ചു നിട്ടുന്നില്ല, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു വെയിറ്റ് ഗെയിൻ ജേർണീനെ പറ്റിയാണ് പറയാൻ പോണത്. ആക്ച്വലി ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്, വെയിറ്റ് ലോസ് മാത്രമല്ല വെയിറ്റ് ഗെയിനിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ, ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് കണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണ്, വെയിറ്റ് ഗെയിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളല്ല. പക്ഷേ എൻ്റെ അമ്മ വെയിറ്റ് ഗെയിൻ ചെയ്തൊരാളാണ്. അമ്മ ഒരു 48 kgs നിന്ന് ഒരു 65 kgsോളം ഇപ്പം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ വെയിറ്റ് ഗെയിൻ ട്രൈ ചെയ്തിട്ടാണ്. അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പം അത്യാവശ്യം ഗ്ലൂ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അമ്മ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്തിട്ട്, അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഈ കോമൻസ് ഒക്കെ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമല്ലായിരുന്നോ, അപ്പോൾ ഞാൻ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തില്ല, അപ്പോൾ ഞാൻ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, നീ ഒന്ന് യൂട്യൂബിൽ ഷെയർ ആക്കുകയെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ചോദിക്കുമല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയുടെ ഒരു വെയിറ്റ് ഗെയിൻ ജേർണി, അല്ലെങ്കിൽ അമ്മ വെയിറ്റ് ഗെയിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. സോറി ഗൈസ്, ഞാൻ ചെറുതായിട്ടത് ബാക്ക്ഗ്രൗണ്ട് മാറി, അവിടെ ഭയങ്കര നോയ്സ് ആയിരുന്നു, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മാറി. സോ നിങ്ങൾ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്യുന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 5-6 നേരമായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു 3 മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു 5-6 തവണ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഒരു 10 മണിക്ക് ഫുഡ് കഴിച്ചെങ്കിൽ പിന്നെ ഒരു 1 മണിയാകുമ്പോൾ വീണ്ടും ഒരു മീൽ കഴിക്കുക. അങ്ങനെ ഒരു 6 തവണയെങ്കിലും ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ, ഗ്രേറ്റഡ് കോക്കനട്ട്, അതുപോലെ തന്നെ നെയ്യ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ മറ്റേ ഫാറ്റ് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാർബ്സ് ഉണ്ടല്ലോ, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ചോറ്, ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ചോറാണ്. നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ചോറ്, കപ്പ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുട്ട്, ബനാന,
ബനാനയിലൊക്കെ സ്റ്റാർച്ച് കൂടുതലാണ്. ബനാന കൂടുതൽ നിങ്ങൾ പുഴുങ്ങി കഴിക്കുമായിരിക്കും നല്ലത്. പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അത് വെയിറ്റ് ലോസിനാണ് ഹെൽപ്പ് ചെയ്യാന്നാണ് കേട്ടിട്ടുള്ളത്. സോ നിങ്ങൾ പുഴുങ്ങി കഴിക്കുക ബനാന. അപ്പോൾ കൂടുതലായിട്ട് തടിക്കാൻ വേണ്ടി തടിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഴിക്കണം, കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മീൽസിലോ ലഞ്ചിലോ എന്തിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് ചോറ്, കപ്പ, അതുപോലെ തന്നെ പഴം, പുട്ട്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് നിങ്ങൾ ഹൈ കാലോറി ഷേക്കുകൾ കുടിക്കുക. അതായത് ഹൈ കലോറി ഷേക്കിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ വേറെ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും കിട്ടും. ഹൈ കലോറി ആയിട്ടുള്ള ഷേക്ക് ഏതൊക്കെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സോഴ്സാണ്. നമ്മൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർ വേറെ ഒന്നും കുടിക്കാതെ നമുക്ക് വിശക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുവാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾ വെള്ളമാണ് ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് കുറയത്തേ ഉള്ളൂ, വെയിറ്റ് കൂടത്തില്ല. അപ്പം വെള്ളത്തിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് ഇതുപോലത്തെ ഹൈ കാലോറി ആയിട്ടുള്ള ഷേക്കുകൾ കുടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൂടുതലായിട്ട് പ്രോട്ടീൻ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് എഗ്ഗ്, മീറ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡെയിലി നിങ്ങളത് കഴിക്കണം. അതായത് ഇപ്പോൾ ഇന്ന് പ്രോട്ടീനായിട്ട് എഗ്ഗ് കഴിച്ചെന്ന് വെച്ചാൽ നാളെ ഒന്നും കഴിക്കാതിരിക്കരുത്. ഡെയിലി കഴിക്കണം. നമ്മൾ ഈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ ഡെയിലി കഴിക്കണം. ചിക്കൻ ആയിക്കോട്ടെ, എഗ്ഗ് ആയിക്കോട്ടെ, ഡെയിലി നമ്മുടെ ഫുഡിൽ ഓവറായിട്ട് വേണ്ട, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പിന്നെ ഈ പയർ വർഗ്ഗങ്ങളുണ്ടല്ലോ, കടല, പയർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇങ്ങനെ കൂടുതൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കരുത്. ഇങ്ങനത്തെ പയർ വർഗ്ഗങ്ങളും കൂടുതൽ ഫുഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഒരു 5-6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പതിയെ വെയിറ്റ് ഗെയിൻ ആവാൻ തുടങ്ങും. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ തോന്നിയ പോലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ആവാൻ പറ്റില്ല. നിങ്ങൾ ഒന്നുകിൽ വെയിറ്റ് സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ഇത് റിവേഴ്സ് ആയിട്ട് ചെയ്താൽ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് തന്നെ ഒന്ന് ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വെയിറ്റ് കുറച്ചൊന്ന് കൂടാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് നല്ല പോലെ കൂടും. അത് നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നോക്കാം. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് തന്നെ മതി വെയിറ്റ് ഗെയിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പുട്ട് കടല എടുക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ പുട്ട് കടല, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട്. നമ്മൾ പുട്ടിന് പീര വെക്കൂലേ കോക്കനട്ട്, ആ കോക്കനട്ട് കുറച്ച് എക്സ്ട്രാ കൂടെ കഴിക്കുക. അത് നല്ല കാലറി ഉള്ള സാധനമാണ് ഈ ഗ്രേറ്റഡ് കോക്കനട്ട്. അത് കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കാലറീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പുട്ടും കടലയും എക്സ്ട്രാ കുറച്ച് ചെറുകിയ നാളികേരം കൂടെ പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം, ഈ നാളികേര പാലുണ്ടല്ലോ അതും, പിന്നെ ലൈക്ക് എന്തെങ്കിലും കൂടെ ഗ്രീൻ പീൻസ് കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി വേണമെങ്കിൽ കറിയും കഴിക്കാം, ഇല്ലെങ്കിൽ 2 എഗ്ഗ് പുഴുങ്ങിയതും കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് നല്ല കാലോറി ഉള്ള സാധനമാണ്, അതുപോലെ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് നല്ല കാലോറി ഉള്ള സാധനമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ നോർമലി കഴിക്കുന്ന എന്തും കഴിക്കാം, നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കലോറി ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഒരു ഷേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുക. ലൈക്ക് ബനാന ഷേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാക്കകൾ ഭയങ്കര ശല്യമാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ ഇരുന്ന് ഇത്ര നേരം കാക്ക, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പം ഇങ്ങോട്ടായി. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബനാന ഷേക്ക് ആഡ് ചെയ്യുക. ബനാന ഷേക്ക് എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴമാണ് കഴിക്കുന്നത്, വലിയ പഴമാണ്, ചെറുപഴമല്ല കഴിക്കേണ്ടത്, വലിയ പഴം, നേന്ത്രപ്പഴം ഷേക്ക് അടിച്ച് കുടിക്കുക. അതായത് മിൽക്ക്, ഷുഗർ ഓർ ജാഗറി, ശർക്കര നല്ലൊരു ഓപ്ഷനാണ്. ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ പാലും പഴവും മാത്രം അടിച്ച് കുറച്ച് 2-3 ഡേറ്റ്സും കൂടിയിട്ട് അടിച്ചാലും കുടിച്ചാൽ മതി. അതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ. ഇനി ലഞ്ചിലോട്ട് വരുമ്പോൾ നിങ്ങൾ ലഞ്ചിൽ കഴിക്കേണ്ടത് റെഡ് റൈസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട്. ഈ വൈറ്റ് റൈസ് പോലത്തെ ഐറ്റംസ് കുറച്ച് കലോറി കുറഞ്ഞ ഐറ്റമാണ്, അത് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ്. അപ്പോൾ വൈറ്റ് റൈസ് കഴിക്കാതെ റെഡ് റൈസ്, മറ്റേ റെഡ് ബ്രാൻഡ്സ് ഉള്ള റൈസ് ഉണ്ടല്ലോ, റെഡ് റൈസ് കൂടുതലായിട്ട് കഴിക്കുന്നത് വെയിറ്റ് ഗെയിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റെഡ് റൈസ് ആവശ്യത്തിന് കഴിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫിഷ് കറി ഓർ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ആഡ് ആക്കുക. ഫിഷ് ഫ്രൈ കഴിക്കാം. അതുപോലെ തന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം, തൈരൊക്കെ കൂടെ ആഡ് ആക്കുന്നതും നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ മെഴുക്ക് പുരട്ടി, ഉപ്പേരി, തോരൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാം. എണ്ണയിൽ കുറച്ച് മിക്സായ ഐറ്റംസ് ഒക്കെ നല്ല കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഹെൽത്തി ഫാറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പം നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഫിഷ് നമുക്ക് വേണമെങ്കിൽ നെയ്യിൽ വേണമെങ്കിൽ പൊരിക്കാം, അല്ലെങ്കിൽ ബട്ടറിലോ നെയ്യിലോ ഇട്ട് പൊരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പൊരിച്ചിട്ടായാലും കഴിക്കാം. വെയിറ്റ് ലോസിന് നോക്കുന്നവർ ഇതൊന്നും ചെയ്യരുത്. വെയിറ്റ് ഗെയിനുള്ള കാര്യമാണ് ഇതൊക്കെ പറയണേ. നോർമലി നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ ആ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലഞ്ച് നല്ലപോലെ കഴിക്കാം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 hours കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ലൈക്ക് ഈ നട്ട്സ്, കാഷ്യൂ, ബദാം, വാൾനട്ട്, പിസ്താഷ്യോ ഒക്കെ നല്ലപോലെ കഴിക്കാം വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട്. പിസ്താഷ്യോസ് അങ്ങനത്തെ ഐറ്റംസ്, മക്കഡാമിയ നട്ട്സ്, അങ്ങനത്തെ എന്തെങ്കിലും നട്ട്സ് കുറച്ച് എടുത്തിട്ട് കഴിക്കാം. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഒരു 3, 4, 5 മാക്സിമം കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ 5 എന്നൊന്നും പറയുന്നില്ല, കുറച്ച് ഒരു 10 വേണമെങ്കിലും കഴിക്കാം നിങ്ങൾക്ക്, വെയിറ്റ് ഗെയിന് വേണ്ടി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ. ഇനി നിങ്ങൾ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴംപൊരി കഴിക്കാം. ഇല്ലെങ്കിൽ പഴംപൊരി അല്ല, ഈ പഴം നമ്മൾ നെയ്യിലിട്ടിട്ട് വാട്ടി കഴിക്കൂലേ, അത് ഭയങ്കര അടിപൊളി ഒരു ഓപ്ഷനാണ്. അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഴം എടുക്കുക, നീട്ടത്തിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിൽ മുറിക്കുക, നമ്മൾ നെയ്യിലിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കാഷ്യൂസും കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കൂ. ഭയങ്കര ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയുമാണ്. വെയിറ്റ് ഗെയിൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്ത് കഴിച്ചോളൂ, ഭയങ്കര നല്ല ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് പരിപ്പ് വടയൊക്കെ കഴിക്കാം. എന്ത് സാധനമാണെങ്കിലും എക്സസീവ് ആയിട്ട് കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭയങ്കര കൂടുതലായിട്ട് ഒന്നും കഴിക്കരുത്. വാരി വലിച്ച് കഴിച്ചെന്ന് വെച്ചാലും നിങ്ങൾ അത് പൊണ്ണത്തടിയാണ്. ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ല വാരി വലിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട സാധനങ്ങൾ വെച്ച് അതിൻ്റെ കുറച്ച് അളവ് കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക, അല്ലാതെ വാരി വലിച്ച് ഒന്നും കഴിക്കരുത്. പിന്നെ നിങ്ങൾക്ക് കടല മറ്റേ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടിയിലും ഇതുപോലെ മറ്റേ ടൊമാറ്റോ, കുക്കുംബർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട്, കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഒരു ഈവനിങ് സ്നാക്കിലൊരു ബെസ്റ്റ് ഐറ്റമാണ്. ഓക്കെ, ഇനി ഡിന്നറിനെ പറ്റി പറയാം. ഡിന്നറിനെ പറ്റി ഞാൻ പറയുന്നത്, വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഡിന്നറിനായിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റുമെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കഞ്ഞി കുടിക്കുന്നത്, പക്ഷെ കഞ്ഞി കുടിക്കാൻ പറ്റുവാണെങ്കിൽ കഞ്ഞിയും ചെറുപയറോ കഞ്ഞിയും കടലയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഫോർ വെയിറ്റ് ഗെയിൻ. കഞ്ഞി കുടിച്ചാൽ നമ്മൾ അത്യാവശ്യം തടിക്കും. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ചോറുണ്ണാൻ ഇഷ്ടമാണെങ്കിൽ ചോറ്, പരിപ്പ് കറി, പപ്പടം അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിക്കുന്നതും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഫോർ വെയിറ്റ് ഗെയിൻ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി കാർബോഹൈഡ്രേറ്റ് ആണ്, ചപ്പാത്തി കഴിക്കാം. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി കൂട്ടുക. ഒരു 2 കഴിക്കുന്ന ആളാണെങ്കിൽ 4 ചപ്പാത്തിയൊക്കെ കഴിക്കുക. രാത്രി 4 ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ദോശയും സാമ്പാറും നെയ്യും, ഗീ റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കഴിക്കാം. പക്ഷെ കൂടുതലായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചോറുണ്ണാൻ ഇഷ്ടമാണെങ്കിൽ ചോറുണ്ണ, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക. ഇതാണ് ഞാൻ കൂടുതലായിട്ട് പറയണത്. പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എൻ്റെ അമ്മ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് പുള്ളിക്കാരി കൊടുത്ത ഒരു ഡയറ്റാണ് അമ്മ ഫോളോ ചെയ്തിരുന്നത്. അപ്പം അമ്മയ്ക്ക് ഓൾമോസ്റ്റ് ഒരു 15 kgs അമ്മ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മെലിഞ്ഞിരുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അമ്മ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഗെയിൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും എന്ത് ഷെയർ ചെയ്യുമ്പോഴും നമ്മൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഷെയർ ചെയ്യുക, അല്ലാതെ ഷെയർ ചെയ്യുന്നില്ല. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ മെലിഞ്ഞിരുന്ന ആളാണ്, ഇച്ചിരി ഗുളുഗുളു പോലെയാണ് ഇരിക്കണേ. അപ്പോൾ നിങ്ങളിപ്പോൾ വല്ല കല്യാണം, നിങ്ങൾ മാരേജ് ഒക്കെ വരുവാണ്, നിങ്ങൾ ഇച്ചിരി വെയിറ്റ് വെക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമ്മൾക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി, നമ്മൾ കഴിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ തന്നെ നമ്മൾ വെയിറ്റ് കൂടും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ തന്നെ പറ്റും. അപ്പോൾ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ വെള്ളം കുടിക്കാതെ ഷേക്കുകൾ, നല്ല കാലോറിയുള്ള ഷേക്കുകൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ഗെയിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡിന്നർ കഴിഞ്ഞിട്ട് നിങ്ങൾ ബിഫോർ ഗോയിങ് ടു ബെഡ്, അതായത് കിടക്കാൻ പോകുന്നതിനേക്കാളും കുറച്ച് മുൻപായിട്ട്, വലുതായിട്ട് കുറേ നേരം മുൻപ് വേണ്ട, കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുക. ആ പാലിൽ നിങ്ങൾ ടെർമറിക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. ഇഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കാം. ഹണി മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂനട്ടോ പിസ്താഷ്യോ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുക. അതായത് ഡിന്നർ കഴിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിനേക്കാളും തൊട്ട് മുൻപ് കുടിക്കേണ്ട കാര്യമാണ് ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തേൻ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ആൻഡ് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂനട്ട് ഓർ പിസ്താഷ്യോസ് കഴിച്ചിട്ട് കിടക്കുക.
ഇത് നല്ല പോലെ വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ കുടിക്കണം. പക്ഷെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. വെയിറ്റ് ഗെയിന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് ചെയ്യാം. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആവുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അമ്മയ്ക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. പിന്നെ ഞാൻ വെയിറ്റ് ലോസിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വെയിറ്റ് ലോസിന് ചെയ്ത പോലെ മൺഡേ ടു ഫ്രൈഡേ അതായത് 1 വീക്ക് വെയിറ്റ് ഗെയിൻ പ്ലാനും കൂടെ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പം നിങ്ങൾ ഇത്ര ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ എന്തായാലും കുറച്ചെങ്കിലും വെയിറ്റ് ഗെയിൻ ആവുന്ന ഉറപ്പാണ്. പിന്നെ ഈ വെയിറ്റ് ഗെയിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ഈ ചക്ക, മാങ്ങ സംഭവങ്ങളൊക്കെ നല്ല പോലെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇതൊക്കെ വെയിറ്റ് ഗെയിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ്. ചക്ക, മാംഗോ, ചക്ക, മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ ചക്ക, മാങ്ങ, കപ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ലപോലെ കഴിക്കുന്നത് വെയിറ്റ് ഗെയിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ നല്ലപോലെ കഴിക്കുക. പിന്നെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് വന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെപ്പോഴും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വലിയ യൂട്യൂബേഴ്സും സംഭവങ്ങളൊന്നും ആയിട്ടില്ല പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനായിട്ട് കണക്കാക്കരുത്. ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മൾ എടുത്തിടുവാണ്. പിന്നെ ഞാനൊരു വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ കുറേ വെയിറ്റ് ലോസ് വീഡിയോയുടെ അടിയിൽ കുറേ കമൻറ്റ്സ് വന്നു. ഇങ്ങനെ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട് ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വെയിറ്റ് ഗെയിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും കുറച്ചൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒന്ന് ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക. എന്തായാലും കുറച്ചെങ്കിലും നിങ്ങൾ വെയിറ്റ് കൂടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പിന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് വരണ്ട നിങ്ങൾ മറ്റേ ഡോക്ടറാണോ നിങ്ങൾ ഈ പറയുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യൻ ആണോ നിങ്ങൾ ഈ പറയുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നൊന്നും കമൻ്റ് ഇട്ട് വരണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിൽ കണ്ടിട്ട് നമ്മൾ ഡയറ്റ് എഴുതി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനം നമ്മൾക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളോട് എല്ലാവരോടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നെങ്കിലും നമ്മൾ ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് പോയാൽ മതി എന്നൊന്നും നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റീഷ്യനൊക്കെ കണ്ട് നമ്മൾക്ക് അവരെഴുതി തന്ന് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതും പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ വരണ്ട. ആൻഡ് ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഹെൽപ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ ബൈ. താങ്ക് യു.